ബിവോക് 6th സെം അഡ്വാൻസ്മെൻറ്റ് ഇൻ ഇമേജിംഗ് മൊഡാലിറ്റീസ് യൂണിറ്റ് 2 കണ്ടിന്യൂ ചെയ്യുകയാണ്. സ്പേഷ്യൽ സാമ്പിളിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒപ്റ്റിമൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഉണ്ട്, അതിന് പറയുന്ന വേറെ പേരാണ് നിക്വിസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് 2 വട്ടമെങ്കിലും നമ്മൾ ഹയസ്റ്റ് ഫ്രീക്വൻസിനേക്കാളും മുകളിലേക്കായിട്ട് എടുക്കണം. ലോ ഫ്രീക്വൻസി എടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചെങ്കിൽ അവിടെ അലൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിനോമിനൻ ഉണ്ടാവാനും അതുപോലെ തന്നെ അത് നമ്മുടെ ഇമേജിനെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്നതാണ് ന്യൂമറിക് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ന്യൂമറിക് സെൻസേഴ്സ് എന്ന് പറയുന്നത് ഓരോ ഫാമിലിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഫിസിക്കൽ പ്രിൻസിപ്പിൾ ഫാമിലി 1ൻ്റെയാണ് പറയുന്നത്. ഫാമിലി 1 ഇമേജ് ഇൻറ്റൻസിഫയർ എന്തായിരിക്കും കപ്പിൾ ചെയ്യുന്നത് ക്യാമറയായിട്ടാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സെൻസർ എന്ന് പറയുന്നത് ഇമേജ് ഇൻറ്റൻസിഫയർ ആണ് ഉപയോഗിക്കുന്നത്. വാക്വം ട്യൂബാണ്. അപ്പോൾ അത് 2 കൺവേർഷൻ ഡബിൾ കൺവേർഷനാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റത്തെ കൺവേർഷൻ എന്ന് പറയുന്നത് എക്സ്റേനെ, അതായത് എക്സ്റേ ലൈറ്റ് ഇലക്ട്രോൺസ് എന്താണ് നമ്മുടെ സിൻഡിലേഷൻ ടൈമിൽ അല്ലെങ്കിൽ സിൻഡിലേറ്റിംഗ് ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. അത് സിൻഡിലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യണത് അയഡൈഡ് ഓഫ് സീഷ്യം അയഡൈഡാണ്. CSI എന്നാണ് അതിൻ്റെ ഷോർട്ട് വരുന്നത്. അതെന്ത് ചെയ്യും, നമ്മളൊരു ഫോട്ടോ കാഥോഡ് വെച്ചിട്ട് കപ്പിൾഡായിട്ട് ഒപ്റ്റിക്കലി ചെയ്യുന്നു. ദെൻ ഈ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, പ്രൈമറി സ്ക്രീനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു ക്ലോസറായിട്ട് അതായത് നമ്മുടെ ഇൻപുട്ട് വിൻഡോൻ്റെ അടുത്തേക്കായിട്ട് വെക്കുന്നു. ഇലക്ട്രോൺസ് ദെൻ എന്ത് ചെയ്യണം, നമ്മൾ ആക്സിലറേറ്റ് ചെയ്യണം, അവരുടെ സ്പീഡ് കൂട്ടുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മളൊരു സെക്കൻഡ് സിൻഡിലേറ്റിംഗ് പ്ലേറ്റ് അത് വെക്കുന്നത് ആനോഡിൻ്റെയും പുറത്തേക്കുള്ള ഔട്ട്പുട്ട് വിൻഡോൻ്റെ അവിടെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. ഈ സെക്കൻഡ് ഗ്രൂപ്പിലെ സെക്കൻഡറി സ്ക്രീൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ലൈറ്റ് ഫോട്ടോൺസിന് എന്ത് ചെയ്യും, മാറ്റിയിട്ട് വിസിബിൾ ഇമേജ് ആയിട്ട് മാറ്റുന്നു. എന്നിട്ട് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫോക്കസ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അത് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ട്യൂബിൻ്റെ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ അവിടെ ഉള്ളതായിരിക്കും. അപ്പോൾ പല മെത്തേഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിയർനെസ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് മൾട്ടി ചാനൽ പ്ലേറ്റ്, അതന്നെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ത്രൂ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി വാക്വം ട്യൂബിൻ്റെ ഒരു കപ്ലിംഗ് എന്ന് പറയുന്നത് വീഡിയോ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുക. ഒന്നെങ്കിൽ CCD അല്ലെങ്കിൽ CMOS സെൻസർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇമേജിനെ ഡിജിറ്റലായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദെൻ കൺവേർഷൻ ഫാക്ടർ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇൻറ്റൻസിഫയേഴ്സ് ആണ്. അതിൽ ഫാക്ടർ എന്താണ് 7, 5ൻ്റെയും 15 ബിറ്റ്വീൻ ആയിട്ടുള്ള ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫാമിലിയിലെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര കുറഞ്ഞ ഡോസ് മതി. ഓക്കെ, അത് യൂസ് ചെയ്യാൻ കാരണം അവിടെ ഇൻറ്റേർണൽ ആംപ്ലിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെ എന്താണ്, പല ഫീൽഡുകൾ ഇമേജിന് ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഫ്രീക്വൻസി ആയിരിക്കും. ഇമേജ് അക്വസിഷൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ഇനി സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ സിൻഡിലേറ്റിംഗ് സ്ക്രീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ ഒബ്സർവേഷൻ കാണുന്ന ആ ഫീൽഡിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനി വേറെ കാര്യം പറയുന്നത്, ഇത്തരത്തിലുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, നല്ല രീതിയിലുള്ള ഹൈ മാസ്സായിട്ടും അതുപോലെ ജോമെട്രിക്കൽ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സൊക്കെ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര സെൻസിറ്റീവാണ് ഡിറ്റക്ടർ. മാത്രമല്ല ഭയങ്കരമായിട്ട് സാച്ചുറേഷൻ ഫാസ്റ്റായിട്ടും ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവും, സ്ക്രീനിൻ്റെ മാർക്കിങ് ചിലപ്പോൾ മാറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ഫാമിലി 1ൻ്റെ ഡെഫിനേഷൻ ആൻഡ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ.